إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അശ്ശുറാ 91 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ വബുജിദത്തിൽ ജഹീമു ലിൽ ഗാബീൻ. സ്വർഗ്ഗനരകങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കുകയാണ്. വഉസ്ലിഫത്തിൽ ജന്ന, ആ സ്വർഗ്ഗം അടുപ്പിക്കപ്പെടുന്നതാണ് ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ചവർക്ക്, ഭയഭക്തന്മാരായ മനുഷ്യർക്ക്, ഭയഭക്തിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഐഹികമായ ദുനിയാവിൽ ജീവിതം മുന്നോട്ട് നയിച്ച ആ സൂക്ഷ്മാലുക്കൾക്ക്, അങ്ങനെ മുഅ്മിനായി മുസ്ലിമായി മരണപ്പെട്ട അല്ലാഹുവിനെ കണ്ടുമുട്ടിയ ആ മുത്തഖീങ്ങളുടെ അടുത്തേക്ക് സ്വർഗ്ഗം അടുപ്പിക്കപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എങ്ങനെ അടുപ്പിക്കപ്പെടും, ഏത് രൂപത്തിൽ നമുക്കറിയില്ല. വിശുദ്ധ ഖുർആനിലെ വ്യാഖ്യാനം കൊണ്ട്, അതിന്റെ വിശദീകരണം കൊണ്ട് നാം സംതൃപ്തി അടയണം. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്നത് വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക്, ഭയഭക്തന്മാർക്ക്, അല്ലെങ്കിൽ സൂക്ഷ്മത പാലിച്ചവർക്ക് സ്വർഗം അവരിലേക്ക് അടുപ്പിക്കപ്പെടും. അതിന് നേരെ തിരിച്ച് വബുജിദത്തിൽ ജഹീം, ജഹീം എന്ന നരകം വെളിവാക്കപ്പെടും. ലിൽ ഗാബീൻ, ദുർമാർഗികൾക്ക്, അല്ലാഹുവിന്റെ മാർഗം വിട്ട് ദുർമാർഗത്തിൽ പ്രവേശിച്ച, ശിർക്കിലും കുഫറിലും ആപതിച്ച ആ ദുർമാർഗികൾക്ക്, അങ്ങനെ അവിശ്വാസിയായി മരണപ്പെട്ട അല്ലാഹുവിനെ കണ്ടുമുട്ടിയ ആ ദുർമാർഗികളുടെ അടുത്തേക്ക് നോക്കൂ നിങ്ങൾ. അവർക്ക് ആ ജഹീം എന്ന നരകം അവർക്ക് വെളിവാക്കപ്പെടുമെന്നാണ്. എത്ര കഠോരമായ ഭയാനകമായ അവസ്ഥയാണ് നോക്കൂ നിങ്ങൾ. ആ നരകം എന്ന് പറയുന്നത്, അതിന്റെ വിശദീകരണം വിശുദ്ധ ഖുർആൻ വളരെ വിശാലമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് നരകമെന്ന്? ആ രൂപത്തിൽ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ആ നരകമാണ് ഈ പറയുന്ന ദുർമാർഗികൾക്ക് വെളിപ്പെടുത്തുന്നത്. അത് കണ്ടവർ ഭയചകിതരായിക്കൊണ്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്നും രക്ഷ പ്രാപിക്കാനുള്ള പല ഉപായങ്ങളും നടത്തി നോക്കും. പക്ഷെ ഒരു സഹായിയും അവർ കണ്ടെത്തില്ല, ഒരു ശുപാർശകനെയും കണ്ടെത്തില്ല. അല്ലാഹു മാത്രമാണ് ആ മഹ്ശറയുടെ രക്ഷാധികാരി. അവനാണ് അതിന്റെ റബ്ബ്, അവനാണ് അതിന്റെ മാലിക്, അവനാണ് അതിന്റെ ജബ്ബാർ. അവനിൽ നിന്നല്ലാതെ ഒരു രക്ഷയും ആർക്കും ലഭിക്കാത്ത ഒരു ദിവസമാണ്. അതിനെ നാം ഭയപ്പെടണമെന്നാണ് ഇത്തരം ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.